पूर्णस्य पूर्णमादाय
സന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഭദ്രം നോ അഭിവാദയ മനഃ. നമസ്തമോ അഭിനിഘ്നായ രുജയേ ലോകസാക്ഷിണേ നാശയത്യേഷ വൈഭൂതം തമേവ സൃജതി പ്രഭുഃ യേഷ സുപ്തേഷു ജാഗർത്തി ഭൂതേഷു പരിനിഷ്ഠിതഃ യേഷ ചൈവാഗ്നിഹോത്രം ച ഫലം ചൈവാഗ്നിഹോത്രിണാം ദേവാശ്ച കൃതവശ്ചൈഷ ക്രതൂനാം ഫലമേവ ച. ജ്ഞാനി കൃത്യാനി ലോകേഷു സർവേഷു പരമപ്രഭുഃ യേന മാപൽസു കൃച്ഛേഷു കാന്താരേഷു ഭയേഷു ച കീർത്തയൻ പുരുഷഃ കശ്ചിൻ നാവസീദതി രാഘവാ. ആത്മഹത്യയില്ലാത്തവർക്ക് രസവും. ഇപ്പൊ റെയിൽവേ ഇതിന്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഡൽഹി മെട്രോയിൽ ഇപ്പൊ ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്, ആത്മഹത്യാ നിരോധന സ്കൂൾ. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 10 പേരെങ്കിലും ഈ ഡൽഹി മെട്രോയിൽ ചാടും. ഈ ചാടുന്ന മുഴുവൻ കൊച്ചു പെൺകുട്ടികളും ആൺകുട്ടികളും. നമുക്ക് ചിന്തിക്കാവുന്നത് പെൺകുട്ടി ആൺകുട്ടി ശരിക്കും ഞങ്ങൾ ദക്ഷിണത്തില് അല്ലെങ്കിൽ കർണാടക കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള കാരണം ഓപരാശക്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാക്കി പ്രവർത്തിക്കാനുള്ള കാരണം ശരിക്കും നമ്മളുടെ സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദു എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഭാരതത്തിൽ. ഈ സനാതനധർമ്മം അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു എന്ന് പറയുന്നത് ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ശരിയായിട്ടുള്ള പറയുന്നത് തോന്നില്ല. ഞാൻ ചോദിക്കുന്നത് തന്നെ വേണ്ടി എന്താണ് നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് അറിവാക്കുക. എന്താണ് ഹിന്ദു? നിങ്ങൾ എല്ലാവരും എഴുതാറുണ്ട് ഞാൻ ഹിന്ദു ഹിന്ദു എന്ന് എല്ലാ ഭാഗത്തും എഴുതാറുണ്ട്, റിലീജിയൻ ഹിന്ദു എന്ന് എഴുതാറുണ്ട്. എന്താണ് ഹിന്ദു? വൈദികൻ. ആ വേദമന്ത്രങ്ങളാണ് നമ്മൾക്ക് ഉച്ചരിച്ചത്. വൈദികർ എന്ന് പറഞ്ഞാൽ വേദത്തിന് പിന്തുടരുന്നത്. അങ്ങനെ 4 വേദങ്ങളെ പിന്തുടരുന്നവരാണ് ശരിക്കും ഭാരതത്തിൽ നിലനിൽക്കുന്ന വൈദികൻ അല്ലെങ്കിൽ സനാതനത്തിൽ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യമായി വേദത്തിന് എതിർത്ത 2 വിഭാഗക്കാരാണ് ബുദ്ധന്മാരും ജൈനന്മാരും. അവർ വേദവിരുദ്ധന്മാർ. അവർ പറഞ്ഞ വേദത്തിന്റെ ആവശ്യം ഇല്ലെന്ന് പറഞ്ഞു. നമ്മൾ തിരിച്ച് ആദിശങ്കരാചാര്യരും രാമാനുജാചാര്യരും അടക്കമുള്ള ആചാര്യന്മാരുണ്ടെങ്കിൽ വേദത്തിന് കുമാരനടക്കമുള്ള ആൾക്കാർ വേദത്തിന് പുനഃസ്ഥാപിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേദത്തിനെ പിന്തുടർന്ന വൈദികന്മാരാണ് നമ്മൾ ഹിന്ദുക്കൾ. അപ്പൊ ഈ ഹിന്ദുക്കളില് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിൽ ഞാൻ ദക്ഷിണ ഭാഗത്ത് ഞാൻ ആദ്യം കഴിക്കുന്നത് നമ്മുടെ ഭാഗത്ത് മൂന്നേ ഉള്ളൂ. ഉത്തരഭാരതത്തിൽ അത്രയും പ്രശ്നമില്ല. കാരണം ഉത്തരഭാരതത്തിൽ ഇന്നും നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുവിന് മെജോറിറ്റി ഭൂരിപക്ഷം ഹിന്ദുക്കളുടെ കയ്യാണ്. അത് വ്യാപാര
എന്തും സംഭവിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഒരു വലിയ തകർച്ചയിൽ നിന്ന് പിടിച്ചു നിൽക്കാനെങ്കിലും കേവലം നമ്മൾ ആധ്യാത്മിക ശ്രവണം, കേവലം സത്സംഗം എന്ന് പറയുന്ന ശ്രവണം കൊണ്ട് നമുക്കുണ്ടാവുന്ന നേട്ടം, ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെ അതിജീവിക്കാൻ, ജീവിതത്തിൽ മുന്നേറുവാനുള്ളൊരു ശക്തി, ആന്തരിക ശക്തി നമുക്ക് നേടിത്തരാൻ ഉണ്ടെന്നതാണ് ആധ്യാത്മികം. എന്തെങ്കിലും പുസ്തകത്തിന്റെ കഷ്ടങ്ങൾ എടുത്തിരുന്നു സംസാരിക്കുമ്പോൾ യാതൊരു കാര്യമില്ല. നമ്മളെ നാടൻ, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ തനിനാടനെ വരും, പേടി വരുമ്പോൾ നമുക്ക് തനിനാടനെ വരും എന്ന് പറഞ്ഞതുപോലെ തനിനാടനിൽ നിന്ന് വേണം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ. അതിലേ ഉറച്ചു നിൽക്കുകയും ചെയ്യും. മറ്റ് നമുക്ക് കടകൊണ്ട കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും ഉറച്ചു നിൽക്കില്ല. നിഷാദ് പറഞ്ഞത് അത് അത്രയും ഞാൻ നിഷാദിനെ അഭിനന്ദിക്കുകയാണ്. അവരൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് എല്ലാ കാലത്തും ഏത് വേദിയിലും പറഞ്ഞു, ഏത് സാഹചര്യത്തിലും പറഞ്ഞു. അത് അതേപോലെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് കമ്മ്യൂണിസ്റ്റുകാരന് കഴിയും എന്ന് അയാൾ കാണിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരനായാലും കമ്മ്യൂണിസ്റ്റുകാരനല്ലാതായാലും നമ്മളുടെ പഠനത്തിന് ഒരു വിലക്കുറവും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഒരു പുസ്തകം പഠിച്ചു, അവിടെ നിർത്തരുത്. അതിനപ്പുറം പുസ്തകം, അതൊരു ചെറിയ ചിന്തയുടെ ചെറിയൊരു കഷ്ണമാണ്. മൂലധനം എന്ന് പറയുന്ന പുസ്തകം എത്ര കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കൊരു ഉറപ്പില്ല. എന്ന് പറഞ്ഞാൽ ലക്ഷത്തിൽ ഒരാൾ വായിച്ചിട്ട് മൂലധനം എന്താണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. മൂലധനം വായിച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരോധികൾ വായിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും ചെറുക്കണം.